ഓക്കെ, നമുക്ക് ഇന്നത്തെ അനാലിസിസിലേക്ക് വരാം. ഇന്ന് നല്ല രീതിയിൽ ഒരു ഡൗൺ ട്രെൻഡും നല്ലൊരു അപ്പ് ട്രെൻഡും സംഭവിച്ചിട്ടുണ്ട്. നമുക്കിന്ന് 3 രീതിയിലുള്ള ട്രേഡുണ്ട്. ഇന്ന് 3 ട്രേഡ് ആക്റ്റീവ് ആയിരുന്നു. ആദ്യത്തെ 15 മിനിറ്റ്സിൽ ഇവിടെ വന്ന് ബോൾ ലൈൻ നല്ലൊരു സപ്പോർട്ടായിട്ട് നിൽക്കുകയാണ്. നമ്മളുടെ PE ട്രേഡിൽ ബോൾ ലൈൻ നല്ലൊരു സപ്പോർട്ടായിട്ടുണ്ട്. ദെൻ ഇപ്പുറത്തെ ബോൾ ലൈന് നല്ലൊരു സപ്പോർട്ടായിട്ടുണ്ട്. ദെൻ CE ട്രേഡിലേക്ക് നോക്കാൻ നേരത്തെ CE ട്രേഡിൽ ബോൾ ലൈൻ നല്ലൊരു റെസിസ്റ്റൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ 3 കൺഫേംഡ് ആണ്. അപ്പോൾ നമുക്കൊരു PE ട്രേഡ് കൊടുക്കാവുന്നതാണ്. പക്ഷേ ആദ്യത്തെ 15 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ റിസ്കി ട്രേഡാണ്. നോക്കിയിട്ടൊക്കെ ചെയ്യാം. റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർ മാത്രമേ അതിനകത്തേക്ക് എൻ്റർ ചെയ്യാവുള്ളൂ. ഓക്കെ, ദെൻ അതിനുശേഷം നമുക്ക് ഒരു ട്രേഡ് ആക്റ്റീവ് ആകുന്ന ഈ ഒരു ട്രേഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ഇവിടെ എത്തുമ്പോഴത്തേക്കും നമ്മളുടെ PE ട്രേഡ്, അതിന് മുമ്പ് ഇവിടെ ഒരു ട്രേഡ് ഉണ്ട്. പക്ഷേ ഇത് 90% മാത്രം നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി പറയാൻ പറ്റുള്ളൂ. കാരണം PE ട്രേഡ് ബാങ്ക് നിഫ്റ്റിയുടെ CE ഇടിഞ്ഞിടിഞ്ഞ് നമ്മുടെ സെക്കൻഡ് ലെവൽ വന്നിട്ടുണ്ട്. ഓക്കെ, ബാക്കി ഒന്നും സെക്കൻഡ് ലെവലിലല്ല. എല്ലാം സെക്കൻഡ് ലെവലിനെയും ക്രോസ് ചെയ്ത് നിൽക്കുകയാണ്. PE എല്ലാം ക്രോസ് ചെയ്തിട്ടുണ്ട്, CE എല്ലാം ക്രോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നിഫ്റ്റിയിലേക്ക് നോക്കിയാൽ നിഫ്റ്റി അതിൻ്റെ CE അതേസമയം സെക്കൻഡ് ലെവലിലാണ് നിൽക്കുന്നത്. നിഫ്റ്റിയിലും സെക്കൻഡ് ലെവൽ എന്ന് പറയാൻ പറ്റില്ല. സെക്കൻഡ് ലെവലിൽ നിന്ന് ജസ്റ്റ് ക്രോസ് ചെയ്ത് പോന്നിരിക്കുന്നു. അപ്പോൾ സെക്കൻഡ് ലെവലല്ല, ബാക്കി എല്ലാം ക്രോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3 നമുക്ക് സെക്കൻഡ് ലെവലിലാണ് വന്നതെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ആ ട്രേഡിനെ കൺഫേം ചെയ്ത് പറയാം. ഇത് 2 മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ 90% അക്യുറസി മാത്രമേ ഉള്ളൂ. അവിടെയും റിസ്ക്കാണ്. റിസ്ക് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ അതിനകത്തേക്ക് എൻ്റർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിനുശേഷം നമുക്ക് ട്രേഡ് ആക്റ്റീവ് ആയിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയിൽ ഇവിടെ ഒരു ട്രേഡ് ആക്റ്റീവാണ്. ഈ ട്രേഡ് ഇൻഫോം ചെയ്തിരുന്നതാണ്. നമ്മളുടെ CE കയറി പോയിട്ട് ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നു. അപ്പോൾ ബോൾ ലൈൻ നല്ലൊരു റെസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പുറത്തെ CEയിലും ബോൾ ലൈൻ നല്ലൊരു റെസിസ്റ്റൻ്റ് ആയിട്ട് നിന്നു. ദെൻ PEയിൽ നോക്കാനാണെങ്കിൽ PEയിൽ ബോൾ ലൈൻ നല്ലൊരു സപ്പോർട്ടായിട്ട് മാറി. ഓക്കെ, കണ്ടോ? അപ്പോൾ നമുക്ക് തൊട്ടടുത്ത ക്യാൻഡിൽ PE ട്രേഡ് എടുക്കാം. ഈ ഒരു ക്യാൻഡിൽ PE ട്രേഡ് എടുക്കാം. തൊട്ടടുത്ത ക്യാൻഡിൽ തന്നെ നമുക്കിതൊരു 50 പോയിൻറ്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ. നമ്മളുടെ സെൻസെക്സിലാണെങ്കിൽ 20% റിട്ടേൺ വന്നിട്ടുണ്ടായിരുന്നു. കറക്റ്റ് അത് അത്ര ആയി എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ സെറ്റ് ഓഫായി പോയത് കൊണ്ട് നമുക്ക് അടുത്ത ഒരു പൊസിഷൻ ആക്റ്റീവ് ആകുകയാണ്. ആ ഒറ്റ ക്യാൻഡിൽ തന്നെ അടുത്തൊരു പൊസിഷൻ ആക്റ്റീവ് ആകുകയാണ്. അതായത് നോക്കിക്കുക, അത് കയറി പോയിട്ട് ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ CE പൊസിഷൻ ഇറങ്ങി വന്ന് ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്യുന്നുണ്ട്. ദെൻ അവിടെ 2 മാത്രമേ ഫസ്റ്റ് ലെവലുള്ളൂ. പക്ഷേ നമ്മൾ നിഫ്റ്റിയിലേക്ക് നോക്കിയാൽ നിഫ്റ്റിയിൽ തൊട്ടടുത്ത ക്യാൻഡിൽ തന്നെ അടുത്ത ട്രേഡ് ആക്റ്റീവ് ആയിട്ടുണ്ട്. അടുത്ത 9ാമത്തെ ക്യാൻഡിൽ, 10ാമത്തെ ക്യാൻഡിൽ നമ്മൾ ഒരു PE ട്രേഡ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. പക്ഷേ തൊട്ട് 9th ക്യാൻഡിൽ കണ്ടോ, ബാക്കിൽ നിന്നുള്ള 9th ക്യാൻഡിൽ പോയിട്ട് PE ബോൾ ലൈൻ നല്ലൊരു റെസിസ്റ്റൻ്റ് ആയിട്ട് മാറി. ഇപ്പുറത്തെ ബോൾ ലൈനും നല്ലൊരു റെസിസ്റ്റൻ്റ് ആയിട്ട് മാറി. ഓക്കെ, താഴത്തെ CE പൊസിഷൻ ആണെങ്കിൽ CEയിൽ ബോൾ ലൈൻ നല്ലൊരു സപ്പോർട്ടായിട്ട് മാറി. സോ തൊട്ടടുത്ത ക്യാൻഡിൽ തന്നെ അടുത്ത ട്രേഡ് ആക്റ്റീവായി. ഇവിടെ നമ്മളൊരു PE ട്രേഡ് എടുക്കുന്നു. ദെൻ ഇവിടം വരെ അത് മൂവ് ചെയ്തു PE. പക്ഷേ തൊട്ടടുത്ത ക്യാൻഡിൽ CE ട്രേഡാണ് ആക്റ്റീവായത്. അതിനുശേഷം അത് അടുത്ത ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് പോയി. അങ്ങനെ 3 ട്രേഡ് ഓപ്പർച്യൂണിറ്റീസാണ് നമുക്ക് ഉണ്ടായിരുന്നത്. ആദ്യത്തെ 15 മിനിറ്റ്സിൽ ഒരെണ്ണമുണ്ട്. പിന്നെ ഈ ബാക്കിൽ നിന്ന് 10th ക്യാൻഡിൽ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നു. തൊട്ടടുത്ത 9th ക്യാൻഡിൽ അടുത്ത ഓപ്പർച്യൂണിറ്റി വരുന്നു. ഓക്കെ, അങ്ങനെ നമുക്ക് 3 ഓപ്പർച്യൂണിറ്റീസാണ് ഇന്ന് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ തൊട്ടടുത്ത ക്യാൻഡിൽ തന്നെ അടുത്ത ഓപ്പർച്യൂണിറ്റി വരുന്ന നമ്മൾ നോക്കിയിരിക്കണം. നമ്മളിത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമ്മൾ അടുത്ത ഓപ്പർച്യൂണിറ്റി ആയി, എക്സിറ്റ് പൊസിഷൻ ആയി എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിനേക്കാൾ നല്ലത് നമുക്കിങ്ങനെ നോക്കിയിരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മളൊരു 10 പോയിൻറ്റ്സ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് എക്സിറ്റ് ചെയ്യാം. നമ്മളൊരു ട്രേഡ് ചെയ്യുന്ന നമുക്ക് 10 അല്ലെങ്കിൽ 20 പോയിൻറ്റ്സ്, ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ മാക്സിമം ഒരു 50 പോയിൻറ്റ്സ് വരെ വരും. 10നും 50ക്കും ഇടയ്ക്കുള്ളൊരു പോയിൻറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു പോയിൻറ്റ് നമ്മൾ ടാർഗറ്റ് പോയിൻറ്റ്സ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് കട്ടായിക്കോളും. ഓക്കെ, അങ്ങനെയും നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രൈക്ക് ലെവൽസ് വേണമെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് കോൺടാക്ട് ചെയ്യുക. ഇൻഡെക്സ് ലെവൽസ് ഫ്രീ ആണ്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യാം. ഓക്കെ.